രാജ്യത്തിന് മാതൃകയായി വളർച്ചയുടെ പടവുകൾ കയറാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞതായും സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ദേശീയ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ മേഖലയെ തകർക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ചില നീക്കങ്ങളുണ്ടായപ്പോഴും കേരളത്തിൽ കാണാൻ കഴിഞ്ഞത് എല്ലാ സഹകാരികളും ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ ക്രെഡിറ്റ് സംഘങ്ങളെ, സഹകരണ മേഖലയെ നിലനിർത്തണമെന്നുള്ള ആശയവും ആഗ്രഹവും പ്രകടിപ്പിച്ച് ഒരുമിച്ചിറങ്ങി എന്നുള്ളത് ജനങ്ങൾക്ക് വിശ്വാസം ആർജിക്കാൻ വീണ്ടും അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളത് ഈ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണാൻ കഴിയും. ദേശീയ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് നടന്നത്. കാർഷിക മേഖലയുടെ പ്രതിബദ്ധതയും ജനങ്ങളോട് ആഭിമുഖ്യവും സ്നേഹവും പുലർത്തുന്ന വിധത്തിൽ രാജ്യാന്തര തലത്തിൽ മാതൃകയായി വളർച്ചയുടെ പടവുകൾ കയറാൻ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹകാരികൾ ഒരുമിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇത്. 2.5 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള മേഖലയായി സഹകരണ മേഖല മാറിക്കഴിഞ്ഞു. ജനങ്ങളുടെ വിശ്വാസ്യത മുറുകെ പിടിച്ച് സമഗ്രമായ മാറ്റത്തിലേക്ക് മുന്നേറാൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സമ്മേളനത്തിൽ ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR സോദരൻ അധ്യക്ഷത വഹിച്ചു. M മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ, ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ്, ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ് ഷാൻഡി തോമസ്, അനിൽ കൂവപ്ലാക്കൽ, KV ശശി, VC അനിൽ, മോൻസി ജേക്കബ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാതല ഉദ്ഘാടനത്തിന് മുന്നോടിയായി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കിഴക്കേ കവലയിലേക്ക് സഹകരണ ഘോഷയാത്ര നടന്നു. ജില്ലയിലെ 5 താലൂക്കുകളിൽപ്പെട്ട വിവിധ സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ ഉൾപ്പെടെ 100 കണക്കിന് പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം നവംബർ 14 മുതൽ 20 വരെയാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.